നിന്റെ പഠനം എന്തായി? നോട്ടിഫിക്കേഷൻ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? എന്നത് SLC കഴിയുന്ന ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഫുൾ A+ വാങ്ങിയ സന്തോഷം ലഡു തീർന്നപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ സയൻസിന് ഒരു അഡ്മിഷൻ എടുക്കാമെന്ന് വിചാരിച്ച ഏകജാലയത്തിൽ രജിസ്ട്രേഷൻ ചെയ്തു. അങ്ങനെ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് MBBS എന്ന സംഭവം തലയിൽ കയറി. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നീറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി. നീറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ജനുവരി 14 നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ ആധാർ ID വേണം, അബാർ ID വേണമെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ അതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ എന്താണെങ്കിലും പ്രിപ്പറേഷൻ തുടങ്ങിയതല്ലേ, പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇന്ന് എടുത്ത് പഠിക്കാന്നുള്ള രീതിയിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഒന്ന് റിവൈസ് ചെയ്തു. അങ്ങനെ ഇരിക്കുക അടുത്ത അപ്ഡേഷൻ വന്നു. അടുത്ത അപ്ഡേഷൻ പ്രകാരം എന്ന് വെച്ചാൽ ആധാർ ID നിർബന്ധം ഇല്ല എന്നായിരുന്നു. അത് പിന്നെ കോട്ടെ, കുഴപ്പമില്ല. ജനുവരി 25 അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. ജനുവരി 25 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നു കോവിഡിന് മുൻപത്തെ പോലെ ആക്കിയെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. അതായത് 150 ക്വസ്റ്റ്യൻസ്, പക്ഷെ പഴയ പോലെ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്ന്. അങ്ങനെ ആകെപ്പാടെ ടെൻഷൻ പിടിച്ചിട്ടിരിക്കുക. എനിക്കിപ്പോൾ സിസ്റ്ററിനോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ള സമയം എല്ലാം പോവാം. എനിക്കിനി പോയി പഠിക്കണം. ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. നീറ്റ് UG എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായും NDAയുടെ നോട്ടിഫിക്കേഷൻസ് ശ്രദ്ധിക്കുകയും അപ്ഡേറ്റ് ആയിരിക്കുകയും ചെയ്യണം.